ഭൂമിയിലെ സ്വർഗമായ സ്വിറ്റ്സർലാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ എങ്ങനെയാണ് സ്വിറ്റ്സർലാൻഡ് എത്തിയെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. കാഴ്ചകൾ കണ്ടിരുന്ന് എൻ്റെ കഥ കേട്ടോ. എനിക്ക് ഇറാസ്മസ് പ്ലസ് സ്കോളർഷിപ്പ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഷെങ്കൻ വിസ കിട്ടിയത്. 3 മാസത്തേക്കാണ് വിസ കിട്ടിയത്. അപ്പോൾ ഇറാസ്മസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിന്നത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തത് എല്ലാം ക്രൊയേഷ്യയിലാണ്. അപ്പോൾ ഷെങ്കൻ വിസ ആയതുകൊണ്ട് ബാക്കി കുറച്ച് രാജ്യങ്ങളും കൂടി കണ്ടാലല്ലേ മുതലാവുള്ളൂ. അപ്പം ഞാനൊരു 2 വീക്സ് ലീവിന് അപ്ലൈ ചെയ്തു. അതെനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ യൂറോപ്പ് യാത്ര ആരംഭിച്ചു. അപ്പം ഞാൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ എൻ്റെ കൂടെ ഗോസ്ഡേ ഉണ്ടായി. ആൾ ഇറാസ്മസിൻ്റെ ഭാഗമായിട്ട് ക്രൊയേഷ്യയിൽ വന്നതാണ്. ടർക്കിഷ് സിറ്റിസൺ ആണ്. പിന്നെ ഞാൻ ജർമ്മനിക്കാണ് പോയത്. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട് അമൃത ഉണ്ടായി. ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായി. പിന്നെ ഈ ട്രിപ്പിലെല്ലാം സംഭവിച്ച ഒരു മെയിൻ കാര്യം, എൻ്റെ സിം എനിക്ക് ഓരോ രാജ്യത്തെത്തി ഒരു ദിവസം കഴിയുമ്പോഴേക്കും പണി തന്നു തുടങ്ങി. അതായത് വർക്ക് ആവാണ്ടായി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ സ്ഥലത്ത് കയറി കാണിച്ചു, പക്ഷെ ഒരു യൂസും ഉണ്ടായില്ല. ഞാൻ 2 തവണ പുതിയ സിം എടുത്തു. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സിം ഇപ്പോൾ ഇറ്റലിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ജർമ്മനിയിലും യൂസ് ആവേണ്ടതാണ്. പക്ഷേ ഇതൊന്നും സ്വിറ്റ്സർലാൻഡിൽ യൂസ് ആവില്ല. അപ്പോൾ ഞാൻ സ്വിറ്റ്സർലാൻഡിന് വേണ്ടി വേറൊരു സ്പെഷ്യൽ സിമ്മും എടുത്തു. അതിനുവേണ്ടി ചാർജും ചെയ്തതാണ്. പക്ഷേ ഇത്രയും ചെയ്തിട്ടും അത് വർക്കായില്ല. ഞാൻ പെട്ടുപോയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിറ്റ്സർലാൻഡ് മൊത്തം ഞാൻ സോളോ ട്രാവലാണ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഭാഷയും അറിഞ്ഞൂടാ, ഇൻ്റർനെറ്റ് കണക്ഷനും ഇല്ല, ഒന്നുമില്ലാണ്ട് ആകെ മൊത്തം പെട്ടുപോയി. ഈ ട്രെയിൻ ഒരു വളവ് തിരിഞ്ഞപ്പോൾ ദൂരെ ഞാൻ മഞ്ഞ് മൂടി കിടക്കുന്ന കുറച്ച് വലിയ മലകൾ കണ്ടു. അപ്പം ഉണ്ടായ സന്തോഷം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ഇല്ലാത്ത കാരണം ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് വരെ അമൃത എൻ്റെ കൂടെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് ഷാഫ്ഹൗസൻ വരെ ഞാൻ ജർമ്മനിയുടെ ട്രെയിൻസിൽ തന്നെയാണ് വന്നത്. അങ്ങനെ പറയാൻ കാരണം, ജർമ്മനിയിൽ ട്രാവൽ ചെയ്യാൻ ഞാൻ ഡ്യൂഷ്ലാൻഡ് ടിക്കറ്റാണ് എടുത്തത്, ഏകദേശം 60 യൂറോസിൻ്റെ. ഷാഫ്ഹൗസനിൽ നിന്ന് നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിൻസിലാണ് കയറുന്നത്. ടിക്കറ്റ് ചാർജസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. എല്ലാവരും സ്വിറ്റ്സർലാൻഡ് എക്സ്പെൻസീവ് ആണെന്ന് പറയുമ്പോഴൊക്കെ ഞാൻ അത്രയ്ക്ക് കാര്യമാക്കിയിട്ടുണ്ടായില്ല. പക്ഷെ വൺസ് ഇവിടുത്തെ ടിക്കറ്റ്സ് എടുത്തപ്പോഴാണ് എനിക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലായത്. ഡ്യൂഷ്ലാൻഡ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നമുക്ക് 1 മാസത്തേക്ക് 60 യൂറോസിൽ എന്തിൽ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഈ സ്വിറ്റ്സർലാൻഡിലെ ട്രെയിൻസിൽ ഞാൻ കയറി എനിക്ക് ഏകദേശം ഒരു 1.5 hours ട്രാവൽ ഉണ്ടായി. അതിനുവേണ്ടി ഞാൻ പേ ചെയ്തത് 40 യൂറോസിൻ്റെ അടുത്താണ്. അതായത് നമ്മൾ 1 മാസത്തിൻ്റെ ജർമ്മനിയിൽ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യാം. അത്രയും ഹ്യൂജാണ് ഇവിടുത്തെ ഡിഫറൻസ്. എന്തൊക്കെ പറഞ്ഞാലും വർത്തിറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ഓരോ ട്രെയിൻ റൈഡ്സിനും അതിൻ്റേതായ ബ്യൂട്ടിയും അതിൻ്റേതായ കാഴ്ചകളും ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലെത്തി ഫസ്റ്റ് ഡേ ഞാൻ ഫുൾ റെസ്റ്റ് ചെയ്തു. ഞാൻ നിന്ന സ്ഥലത്തിൻ്റെ ബാക്കിലെ ഒരു ഏരിയയിലൊക്കെ പോയി. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. സെക്കൻഡ് ഡേ ഞാൻ നേരെ റാപ്പേഴ്സ്വില്ലിലോട്ടാണ് പോയത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു സൈഡിൽ ഓബർസീയും ഒരു സൈഡിൽ സുറിറ്റ്സിയും ആണ്. പിന്നെ ഇവിടെയാണ് സ്വിറ്റ്സർലാൻഡിലെ ലോങ്ങസ്റ്റ് വുഡൻ ഫുട് ബ്രിഡ്ജ്. അപ്പോൾ ചെന്ന അന്ന് ഭയങ്കര മഴയായതാനും എനിക്ക് അങ്ങോട്ട് ഒന്നും കാണാനൊന്നും പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചു പോയി. നെക്സ്റ്റ് ഡേ ഞാൻ ഇങ്ങോട്ട് തന്നെ വീണ്ടും തിരിച്ചു വന്നു. അന്ന് ആകാശമൊക്കെ നല്ല തെളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം മലകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. പിന്നെ ഇവിടെ നിന്ന് എല്ലാ ദിവസവും സുറിച്ചിലോട്ട് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് എല്ലാം ആ ബോട്ടിൽ കയറി എൻജോയ് ചെയ്ത് സുറിച്ചിൽ പോയി ഇറങ്ങി ആ ടൗണൊക്കെ കണ്ട് അങ്ങനെയാണ് തിരിച്ചു വരാറ്. 3rd ഡേ ആയപ്പോഴേക്കും ഞാൻ സ്വിറ്റ്സർലാൻഡിലെ വേറൊരു സ്ഥലത്തോട്ടാണ് പോയത്. അപ്പോഴും എനിക്ക് ഈ ട്രെയിനിൽ വേറെ ടിക്കറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വന്നു. അതും ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ വർത്തിറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ഇനിയാണ് സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മളിവിടുത്തെ മലനിരകളും സ്വിറ്റ്സ് ആൽപ്സൊക്കെ കാണാണ്ട് പോകണം ശരിയല്ലല്ലോ. പിന്നീടാണ് ഞാൻ അറിയണത് എൻ്റെ അപ്പയുടെ സ്റ്റുഡൻറ്റ് ഇവിടെ താമസിക്കണമെന്ന്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ഇങ്ങ് പോരെ, നമുക്ക് കറങ്ങാനൊക്കെ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുർക്ക പാസിലേക്കും ഗ്രിംസൽ പാസിലേക്കുമാണ്. ഈ വഴികളൊക്കെ വിൻ്റർ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഞങ്ങൾ ചെന്ന സമയത്ത് ഓപ്പൺ ആയിരുന്നു. ഈ റൂട്ട്സൊക്കെ ഭയങ്കര സീനിക്കാണ്. ഒരു സൈഡിൽ വെള്ളച്ചാട്ടങ്ങളുണ്ടാവും, അപ്പുറത്തെ സൈഡിൽ താഴ്വരകൾ, പിന്നെ ദൂരോട്ട് നോക്കുമ്പോൾ പിന്നെയും കുറേ മഞ്ഞ് മൂടി കിടക്കണ മലനിരകൾ. അങ്ങനെയൊക്കെ കൂടുതലും ബൈക്ക് റൈഡേഴ്സിനെയാണ് ഞാൻ കണ്ടത്. ഇവർക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹോട്ടൽസ് ഉണ്ട്. പിന്നെ ഒത്തിരി ടണൽസും ഉണ്ട്. അപ്പം നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് വരുന്നുണ്ടെങ്കിൽ ഒരു റോഡ് ട്രിപ്പ് മസ്റ്റാണ്. പിന്നെ ഈ പീക്സിലോട്ടൊക്കെ ട്രെയിൻ സർവീസും ഉണ്ട്. വരുമ്പോൾ സ്വിസ് പാസ് എടുത്ത് വരുന്നതാണ് എപ്പോഴും ഐഡിയൽ. ഓക്കെ, ബൈ.